ഒരു വശത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ആരൊക്കെ മന്ത്രിസഭയിൽ എത്തുമെന്ന ചർച്ചകളും സജീവമാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് 4 പേർ മന്ത്രിസഭയിൽ എത്തിയേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ. മുഖ്യമന്ത്രി ചർച്ച ഒരു വശത്ത് നടക്കുന്നതിനോടൊപ്പം മന്ത്രിമാർ ആരാകുമെന്ന ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇത്തവണയും കോട്ടയം ജില്ലയിൽ 4 മന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സാധ്യതയേറെയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും മന്ത്രിയാകാൻ തന്നെയാണ് തിരുവഞ്ചൂരിന്റെ ആഗ്രഹം. ചാണ്ടിയുമ്മനും സാധ്യതാ പട്ടികയിലുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതും പരിഗണിക്കപ്പെട്ടേക്കും. ഘടകകക്ഷി നേതാക്കളിൽ പ്രധാനിയായതിനാൽ മോൻസ് ജോസഫ് മന്ത്രിസഭയിൽ ഉണ്ടാകും. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. UDF സ്വതന്ത്രനായി വിജയിച്ച മാണി സി കാപ്പന്റെ കാര്യത്തിൽ പക്ഷേ ആശങ്കകളുണ്ട്. എങ്കിലും ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പൻ മന്ത്രിയായേക്കും. ഇങ്ങനെ വന്നാൽ 4 മന്ത്രിമാർ ജില്ലയിൽ നിന്നുണ്ടാകും. മുഖ്യമന്ത്രി ആരാകുമെന്നതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നാട്ടക സുരേഷ് അടക്കം മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 മന്ത്രിമാരും ചീഫ് വിപ്പും ജില്ലയിൽ നിന്നുണ്ടായിരുന്നു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.